ഈ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ, അതിങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് ഇങ്ങനെ വീട്ടിന്റെ ചുമരിൽ ഇങ്ങനെ തൂക്കിയിട്ടാൽ നല്ല ബറക്കത്ത് വീട്ടിൽ ഇങ്ങനെ ഇറങ്ങും. അതാണ് അസ്മാഉൽ ഹുസ്ന. ഒരു കൂട്ടർ അങ്ങനെ മനസ്സിലാക്കി. വേറെ ചില ആളുകൾ മനസ്സിലാക്കിയത് ആധുനികമായ മോഡലിൽ ഒരു പ്രസ്സിൽ നിന്ന് ഒരു ടാഗിൽ ഇങ്ങനെ അസ്മാഉൽ ഹുസ്ന ഫുള്ള് എഴുതിയിട്ട് അതൊരു ടാഗ് ആക്കിയിട്ട് ഡ്രൈവർ സീറ്റിന്റെ മുന്നിൽ അങ്ങനെ തൂക്കിയിട്ടാൽ നല്ല ബറക്കത്തായി. അതന്നെ അസ്മാഉൽ ഹുസ്നയോടുള്ള ആദരവ്. ഇത് രണ്ടുമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എഴുതാൻ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അസ്മാഉൽ ഹുസ്ന എഴുതിയിട്ട് എവിടെയും വീട്ടിൽ തൂക്കിയിട്ടില്ല, കടയിലും തൂക്കിയിട്ടില്ല, അവരുടെ വാഹനത്തിന്റെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടില്ല. പിന്നെ ഇത് എന്തിനുള്ളതാ? അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് 100 നാമങ്ങളുണ്ട്. അതേ 99 നാമങ്ങൾ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം മറ്റ് ഹദീസുകൾ പരിശോധിച്ചാൽ 100-ൽ കവിയുന്നുണ്ട്. ആ നാമങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ആലോചിക്ക്. ഏത് നാമങ്ങളെക്കുറിച്ച് നമുക്കറിയാം?